ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുകയും ചെയ്തു. തൊട്ടടുത്ത് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് കുറ്റിപ്പുറത്തിനടുത്ത് ഒരു സ്കൂളിലെ ഉമ്മമാരുടെ മീറ്റിങ്ങിന് പോയി. ഒരു ഓഡിറ്റോറിയം നിറച്ച് ഉമ്മാര്, വേറെ ആരുമില്ല. ഉമ്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, കുട്ടികളാരും കൊണ്ടുവരുതെന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് ഒരു സ്കൂളിന്റെ പേരൻസ് ആണ് ഉമ്മാർക്ക് മാത്രമുള്ള സംഗമം. അപ്പൊ അതിന്റെ സെറ്റപ്പും കാര്യം കൂടി കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി എന്തിവിടെ ഉണ്ടായി എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു, നഴ്സറി കുട്ടിനെ 1-ാം ക്ലാസ്സിലെ LP കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു, അതൊന്നും ഉമ്മാരോട് പറയണമെന്ന് എഴുതിയിട്ട് വിളിച്ചതാണ് പറഞ്ഞു. പഠിച്ചപ്പോ എന്താ വിഷയം എന്നറിയങ്ങള്, കുട്ടി ഉറങ്ങിന്ന് എഴുതിയിട്ട് മൊബൈലുമ കളിച്ചതാണ് ദിവസമായി. അത് കുട്ടി ഉറങ്ങലില്ല. മനസ്സിലായോന്ന് അറിയില്ല നിങ്ങൾക്ക്. കുട്ടി ഉറങ്ങിന്ന് എഴുതിയിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് കാണാൻ പറ്റാത്തത് കണ്ടു. കുട്ടി അത് സ്ഥിരമായിട്ട് കാണലുണ്ട്. ഇതിൽ മുഴുകിയതുകൊണ്ട് കുട്ടി ഉണർന്നിരിക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്, അത് പ്രയോഗവൽക്കരിച്ചു. ഗൾഫ് ഫാമിലി അതിൽ വളരെ മുമ്പന്തിയിലാണ്. ഗൾഫിക്ക് പോണേന് ഞാൻ എതിരില്ല, പോകണം, ഫാമിലിനെ കൊണ്ടുപോകണം. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ അമ്മായിമാര് വേഗം സമ്മതിക്കും വേണം. ആ അഭിപ്രായക്കാരനാണ് ഞാൻ. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാല് എളുപ്പം കൊണ്ടേക്കും മാനേ, ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു എന്ന് പറയണം. വാപ്പാരും ഉമ്മാരും ഒക്കെ അങ്ങനെയാണ് പറയേണ്ടത്, കൊണ്ടേക്കോട്ടെ. കായൊന്നും ബാക്കി ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു ജീവിച്ചു തീർന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പൈസ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഫാമിലിനെ കൊണ്ടായാല്. പക്ഷെ കൊണ്ടായുള്ളൊരു പ്രശ്നം ഉണ്ടാകും. എന്താ നിങ്ങള്, നല്ല സൗകര്യമാണ്. അല്ലെങ്കിൽ കുറെ ഗൾഫ് ഫാമിലി നമ്മൾ കാണുന്നതാണ്, ആകെ ഒരു 15 വലിപ്പമുള്ള ഒരു റൂമാണ് ഉണ്ടാവുക. 15 അടി നീളം 15 അടി വീതിയുള്ള ഒരു റൂം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡൈനിങ് ഹാള്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിറ്റ് ഔട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലിവിങ് റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബെഡ്റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂം, അതിൽ തന്നെയാണ് വാഷിംഗ് മെഷീന്, അതിൽ തന്നെയാണ് ഫ്രിഡ്ജും. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ ഒച്ചയിലും കേൾക്കുമല്ലോ, അത് കേട്ടതാണ് പ്രശ്നം എന്ന്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. അല്ല ഇഞ്ഞിത് എങ്ങനെ പറഞ്ഞാലോ മനസ്സിലാവുക, എന്നാ പിന്നെ അങ്ങനെയാണ് പറയാലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ശ്വാസം വലിക്കണേ ഒച്ചയിലും കേൾക്കൂലേ. പിന്നെ ഇപ്പൊ കുട്ടികളുടെ ഒരു മാനസിക തല എങ്ങനെയാ വെച്ചാല്, ബാപ്പ വൈകിട്ട് വളരെ വൈകി പീടിയടച്ച് വരികയാണ്. അപ്പോ ഉമ്മാനോട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പൊ ഉമ്മ പറയും ആ ഉറങ്ങിയെന്ന് അറിയും. അങ്ങനെ പറഞ്ഞാല് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. ഏതായാലും ഉമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പോ നീച്ചാനാവില്ലാന്ന്. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. ഓല അങ്ങനെ കിടക്കുക, സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതന്നെയാണ് പ്രശ്നം എന്ന്. ഇനി മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. അതന്നെയാണ് വിഷയം എന്ന്. മാതാപിതാക്കളിൽ നിന്നല്ലാതെ മക്കൾ ഒന്നും പഠിക്കുന്നില്ല. റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങി. ഇതാ ഇവിടെ ഒരാൾക്കാർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് സമ്മാനം. റബീഉൽ അവ്വൽ 12-ന് 5-ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോ സദസ്സിലിരിക്കണ വാപ്പ പറയും, അല്ലെങ്കിൽ ഉമ്മ പറയും, ഇന്റെ ചെറുക്കനാണത്, 3-മത്തോനാണ്, നല്ല പഠിക്കും, ഇന്റെ മാതിരി തന്നെയാണ്, വളരെ ഉഷാറാണ് എന്ന് പറയും. അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് വേണ്ടാത്ത ചെയ്തിട്ട് അങ്ങാടിന്ന് ആൾക്കാരടുത്ത് നിന്ന് പേരടിക്ക് അടി കിട്ടി എന്ന് കേൾക്കുമ്പോ പറയും, ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശാണ് എന്ന് പറയും. അല്ല, അന്റെ ചെറുക്കൻ തന്നെയാണ്. സമ്മാനം വാങ്ങുമ്പോ മാത്രം അന്റെ ചെറുക്കനും, അടി കിട്ടിയാൽ കൂട്ടുകാരും കൂട്ടുകെട്ടും ആകെയല്ല ചെയ്യണത്. മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് ഉണ്ടാവുക. അൽ വലതു സിർറു അബീഹി, ബാപ്പാന്റെ സ്വകാര്യത്തെ പരസ്യമാക്കുന്നവനാണ് മകൻ. ബാപ്പ ആരും കാണാതെ ചെയ്യണത് നാട്ടുകാരെ മൊത്തം കാണിച്ച് ചെയ്യുക എന്നതാണ് മകന്റെ പരിപാടി. അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. അടുത്ത തലമുറയുടെ സ്വഭാവം ക്ലിയർ ആക്കി എടുക്കണം. അതിനെന്താ വേണ്ടത്? നമ്മളെ സ്വഭാവം ക്ലിയർ ആണ്, അപ്പൊ തന്നെ അടുത്ത തലമുറന്റെ ക്ലിയർ ആവുള്ളൂ. സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്, എഴുതി പഠിക്കുന്നതല്ല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്നതാണ്. എങ്ങനെ പെരുമാറുന്നു, വാപ്പ എങ്ങനെ പെരുമാറുന്നു, ഉമ്മ എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി കണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഭാവം പഠിക്കുന്നത്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും
നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ നമുക്ക് കഴിയലില്ല. അയൽവക്കത്തെ കുട്ടിയോട് കാണിക്കണ സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ പറ്റണില്ല. അയൽവക്കത്തു നിന്ന് ഒരു കുട്ടി നമ്മളെ പെരേക്ക് എന്തോ ഒരാവശ്യത്തിന് വന്നു എന്ന് വിചാരിച്ചോളി. നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരാവശ്യത്തിന് വന്നുകാണ്ട് ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തേക്കിന് അതാണ് വീണ് പൊട്ടി. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരുന്നു, അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു, പൊട്ടുന്ന ഗ്ലാസ്സിൽ ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ്സാണ് വീണ് പൊട്ടിയാൽ നമ്മൾ പറയും സാരല്ല. കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ക്ലാസ് ആകുമ്പോൾ പൊട്ടാതിരിക്കൂല. അങ്ങനത്തെ ക്ലാസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, വേറൊരു ക്ലാസ്സിൽ ഒരു ഗ്ലാസ് കൂടിയും ചായ കൊടുത്താളി അറിയും. പിറ്റേ ദിവസം അതേ ക്ലാസ് നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണ് പൊട്ടിയ സ്വഭാവം കൊണ്ട് മാറും. അനക്കല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ എന്താ പണി, ഉള്ളിടത്തോളം ക്ലാസ് മുഴുവൻ പൊട്ടിച്ച് തീർത്തില്ലേ എന്നായി. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കണം സ്വഭാവം ആനാന്റെ കുട്ടിനോട് കാണിക്കാൻ പറ്റണില്ല. മക്കൾ നമ്മുടെ സ്വഭാവം കണ്ടുപഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ നീക്കിവെപ്പ് സ്വഭാവത്തിന്റെ നീക്കിവെപ്പാകുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ നീക്കിയിരിപ്പ് വിദ്യാഭ്യാസമാണ്. പഠനം, വിദ്യാഭ്യാസം ക്ലിയർ ആവണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസം മറികടക്കണം. അപ്പോഴേ വിദ്യാഭ്യാസം ശരിയാവുള്ളൂ. മതവിദ്യാഭ്യാസത്തെ ഭൗതികം മറികടന്നാൽ പറ്റൂല. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പണ്ടൊക്കെ നമ്മളെ നാട്ടില് 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ ആൾക്കാരും ഉണ്ടാവും, 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഒരു വലിയൊരു സുഹൃത്തുണ്ട്, അയമുട്ടിയാജി എന്ന് പറഞ്ഞൊരാള്. പ്രായമായവരുടെ കൂട്ടത്തിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അയമുട്ടിയാജി. മൂപ്പരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. അവന് 1ാം ക്ലാസ്സിലാണ് പറഞ്ഞു. സ്കൂളിലോ എന്ന് ചോദിച്ചു, സ്കൂളിലും ആകെ 1ാം ക്ലാസ്സിലാണ്, അത് ആകെ 3 ദിവസമാണ് പോയിട്ടുള്ളത് പറഞ്ഞു. അതായത് മൂപ്പർക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ, അപ്പൊ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, അപ്പൊ എങ്ങനെ ഇപ്പൊ കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തുമില്ല. അപ്പൊ അവസാനം മൂപ്പരൊരു വഴി പറഞ്ഞു, നമ്മളെ ഈ പാലത്തും ഒരു തീയതി എഴുതി വെച്ചിട്ടുണ്ടാവും, അതന്നെയാണ് തീയതി പറഞ്ഞു. അതെന്താ വെച്ചാല് ഈ സ്കൂൾക്ക് പോണ സമയത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പോണടുത്തൊരു ചെറിയ പാലുണ്ട്, ഒരു തോടിനുള്ളൊരു പാലുണ്ട്. ആ പാലം പണി നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞിട്ടിരുന്നൊരു നുണയാണ്, പാലം പണിയെടുക്കുമ്പോ കുട്ടികളെ അറുത്തിട്ട് ചോര തേച്ചാല് പാലത്തിന് നല്ല ഉറപ്പുണ്ടാവും എന്ന്. അങ്ങനെ ഒരു ഈ കുട്ടികളൊക്കെ വെറുതെ പറഞ്ഞേക്കണ ഓരോ കഥയാണത്, അർത്ഥമില്ലാത്ത കഥ. അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് 3 ദിവസം പോയി, 3ാമത്തെ ദിവസമാണ് ഈ കഥ കേട്ടത്. പിന്നെ ആ വൈക്ക് പോയില്ല പറഞ്ഞു. അങ്ങനെ 1ാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. അപ്പൊ അങ്ങനെ 1ാം ക്ലാസ് മദ്രസയും 1ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 2ാം ക്ലാസ് മദ്രസയും 2ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 3ാം ക്ലാസ് മദ്രസയും 3ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും. ഓലിങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ തെങ്ങ് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലടാ അള്ളുണ്ട് എന്നുള്ളതിന് എന്താ എൻ്റെ അടുത്ത് തെളിവ് എന്ന് ചോദിച്ചാല് കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ദേശം അടുത്തേക്കണ് വാനയ്ക്കാൻ തെളിവ് ഇപ്പൊ പറഞ്ഞു തരാന്ന് പറയും. ഓൻ്റെ ഈമാൻ പോവില്ല, ഓൻ്റെ ഈമാൻ ഒരു കുഴപ്പം പറ്റില്ല. എന്താ കാരണം? ഭൗതിക വിദ്യാഭ്യാസം എത്രയാണോ മതവിദ്യാഭ്യാസവും അത്രയാണ് എന്നതാണ് കാരണം. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞത്. എത്രയും ഭൗതികം പഠിക്കാം, അത്തരം അതും പഠിച്ചാൽ മതി, ഒരു കുഴപ്പവും സംഭവിക്കൂല. എല്ലാവരും മൂല്യന്മാരാണെന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മൂല്യന്മാർ കുറച്ച് മതി, അല്ലെങ്കിൽ എനിക്കൊന്നും പണി ഉണ്ടാവില്ല. എല്ലാവരും മൂല്യരായ എന്താട്ട, പക്ഷെ ഒരു തറവാട്ടിലൊരു മൂല്യര് വേണം. ഇനിയിപ്പോ വേനൽക്കാലം വരികയാണ്, ഇപ്പൊ തണുപ്പ് കഴിഞ്ഞിട്ട് വേനൽക്കാലം വരും. വേനൽക്കാലം വന്നാൽ എല്ലായിടത്തും ഉണ്ടാവും കുടുംബസംഗമം. വേനൽക്കാലം വന്ന ഒരു പ്രധാന പരിപാടിയാണ് കുടുംബസംഗമം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിൽ അടക്കം ഓരോ സംഗമവും ഓരോ ബിരിയാണിയും വേണം, അതാണുള്ള സംഭവം. അപ്പൊ ഓരോ കുടുംബസംഗമങ്ങൾ എതിരൊന്നും അല്ല കേട്ടോ, പറഞ്ഞേട്ടാ ചിലപ്പോ ഞാൻ അതിന് എതിരാന്ന് തോന്നും. എതിരായതുകൊണ്ട് പറയല്ല, എന്നാ ചില എതിർപ്പുകളൊക്കെ ഉണ്ടേനും കുറെ അനുകൂലമായ ഘടകങ്ങളുണ്ട്. അപ്പോ കുടുംബസംഗമമൊക്കെ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രധാനപ്പെട്ട കുടുംബത്തിലും ഒരു മൂല്യര് വേണം, ഒരു ഡോക്ടർ വേണം, ഒരു പോലീസുകാരൻ വേണം, ഒരാൾ എഞ്ചിനീയർ ഉണ്ടാവണം, ഒരാൾ വില്ലേജ് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ പഞ്ചായത്ത് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ ഹെഡ്മാഷായിരിക്കണം, ഒരാൾ മൂല്യരും ആയിരിക്കണം.
അതില്ലെങ്കിൽ ഉണ്ടാക്കണം. ഒരു തറവാട്ടിൽ ഒരാൾ മോലേര് മയ്യത്ത് നിസ്കരിക്കാന്, കല്യാണ നിശ്ചയത്തിന് നീച്ചെന്ന് വർത്താനം പറയാന് ഒരു മോലേരുണ്ട്. എല്ലാം തികഞ്ഞ മോലേര് ഒന്ന് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ അപ്പൊ എല്ലാം വേണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഭൗതികം എത്രയാണോ അറിയുക അത്ര മതവും പഠിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് മതം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ ഭൗതിക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് എന്ന് തോന്നും. ഇതിൽ ദീനിന് വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് തോന്നും. സത്യത്തിൽ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, മനുഷ്യന്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും കട്ടിലിന് ശേഷവും നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ജീവിത പദ്ധതിയെ മുഴുവനായും പഠിച്ചില്ലെങ്കിൽ അതിന്റെ രഹസ്യം മനസ്സിലാവില്ല. ഇപ്പൊ തൊട്ടടുത്തുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞാല് മുതലൊരുക്കണതുമായി ബന്ധപ്പെട്ട് ആണുങ്ങളെ പകുതിയുള്ളു പെണ്ണുങ്ങൾക്ക് എന്നുള്ളതാണ് പുതിയ വിവാദം. എന്താ ഇസ്ലാമിൽ അനീതിയാണ്, സ്ത്രീകൾക്ക് പകുതിയേ ഉള്ളൂ. അങ്ങനെ ഒരു വിവാദം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വിവാദങ്ങളും നമുക്ക് ആ വിഷയം പഠിക്കാനുള്ള അവസരമായി മാറ്റണം. അജ്ജിനെ ഉംറക്കാന്നറിയില്ല, എന്തായാലും പോയി. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗള ഷരീഫിന്റെ അടുത്ത് ഇരുന്നിട്ട് ദുആ പടച്ചോനെ, അള്ളാഹുവേ, എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എന്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അല്ലാ. മലയാളത്ത് പറഞ്ഞാല് ഒരു മുറബിയായ ഷേഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശുജായി, നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചിങ്ങാണ്ട് വരും. അപ്പ ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക. അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആള് എന്ന് പറഞ്ഞു. നേരം വെളുത്തു. ശുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെ മടങ്ങാണ്. മൂപ്പര് തസ്ബീഹുമായിട്ട് കുറെ നടന്നു നോക്കി, ചോദിക്കണില്ല. അത് കീശയിലിട്ടിട്ട് മൂപ്പര് പോന്നു നാട്ടിക്ക്. നാട്ടിൽ വന്ന് വയല് പറയാൻ തുടങ്ങി. വയതിനൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വയല് കഴിഞ്ഞാല് ഐദുർസുലിയുടെ വണ്ടിക്കാ മൂപ്പര് പോയിന്ന്. ഐദുർസുലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടിക്ക് കയറലാണ് ഐദുർസുലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരുതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി. നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയതിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയല് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാല തന്നാ മതിയാറുണ്ട്. അതില് പറഞ്ഞു, എൻ്റെ താഴെ ഒരു തസ്ബീഹ് മാല ഉള്ളൂ, അത് അങ്ങനെ തരാനുള്ള എല്ലാവരും. അതങ്ങനെ ഒന്നേ ഉള്ളൂ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ് മാലല്ല. അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ട ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിലും മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ് മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തുനിന്ന് നബിതങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ് മാലല്ലേ, അതിട് തരീന്നാ പറഞ്ഞത് പറഞ്ഞു. കച്ചവടക്കാർ മോശക്കാരൊന്നല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവും. 2 കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാർക്കും വേറൊന്ന് കച്ചവടക്കാർക്കും. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ. മഅൻ നബിയ്യിന, അമ്പിയാക്കളോടൊപ്പവും
വസ്സുദ്ദീഖീന സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിന്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ. പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന്. ഒന്ന് വിശ്വസ്തത, രണ്ട് സത്യസന്ധത. അത് രണ്ടും ഉണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. ഏത് സംഗതി അങ്ങനെയാണ്. നല്ല സാധനം കേടെന്നാലാണ് പറ്റരപ്പാകുക. മൂല്യന്മാരാരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നം. തോണ്ടാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. നല്ല കേടെന്നാൽ പറ്റരപ്പായി. തന്നെ ബിരിയാണി കേടെന്നാൽ ചോറ് കേടെന്ന മാതിരി ആവില്ല, അടുത്തു കൂടെ പോകാൻ പറ്റൂല. മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരി ആവില്ല, അടുത്തു കൂടെയാണ് പോകാൻ പറ്റൂല. നല്ലത് കേടെന്ന പറ്റരപ്പായി. അതന്നെയാണ് കച്ചവടത്തിനുള്ളത്. നല്ലതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്താജിറു കച്ചവടക്കാരൻ, അസ്സദൂഖു സത്യസന്ധൻ, അൽ അമീനു വിശ്വസ്തൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ നബിമാരോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമാകുന്നു. രണ്ട് കാര്യം വേണം. ഒന്ന് സത്യസന്ധതയുണ്ടായിരിക്കണം, രണ്ട് വിശ്വസ്തത. രണ്ടും രണ്ടാണ്, ഒന്നല്ല. രണ്ടാണ്. സത്യസന്ധത വേറെയാണ്, വിശ്വസ്തത വേറെയാണ്. കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോ, പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം. അതാണ് കച്ചവടത്തിന്റെ മാനദണ്ഡം. സത്യസന്ധനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും. തന്നെ രണ്ടു കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും. വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. വിൽക്കണവനും ലാഭം വേണം, വാങ്ങണവനും ലാഭം വേണം. അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. ഓൻ്റെ അടുത്ത് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ടു കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും. ഉണ്ടാവും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. 5 സെന്റ് 10 സെന്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പടി ഇപ്പടി. ഇതാണ് പരിപാടി. സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി. ഇവിടെ അല്ല, ഉള്ളിലെവിടെയാണ്. സെന്റിന് 2 ലക്ഷം റുപ്യ, 10 സെന്റിന് 20 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി. വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി, അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊടുന്ന് വെച്ച്, ലേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിമ കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെയാണ് കയറ്റി ഒരു നാടങ്ങളൊക്കെ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു, ഒന്നാണ്ട് ഉഷാറാക്കി. പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാന് തറടണമെന്ന് കരുതിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു. ഓൻ പള്ളിക്കൊന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മൈമുട്ടി ഹാജിയുടെ 10 സെന്റ് കണ്ടു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ സ്ഥലം പാരതാന്ന് ചോദിച്ചു. അത് നമ്മളെ മൈമുട്ടി ഹാജിയുടെയാണ് പറഞ്ഞു. ബുക്കുള്ളതാണോ ചോദിച്ചു. ആ, മൂപ്പർക്ക് ഇങ്ങനെ 5 സെന്റ് 10 സെന്റിനൊക്കെ ഇടപാടുണ്ട്, കച്ചവടത്തിനുള്ള തന്നെയാണ്. മൈമുട്ടി ഹാജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മൈമുട്ടി ഹാജി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള 10 സെന്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പിന്നെ എന്നോട് പറയാം, ഞാനത് 20 ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ച് ക്ലിയറാക്കി, സൈഡൊക്കെ കെട്ടി, മണ്ണൊക്കെ ഇട്ട് നിരത്തി. എന്നാൽ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു 50,000 റുപ്യൻ്റെ ചെലവുണ്ട്. 20,50,000 റുപ്യ. ഞാനതൊരു 25 ലക്ഷം റുപ്യ തന്ന് ആനക്കണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തേലും കുറേന്ന് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് എന്തേലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ. അപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ, അതുകൊണ്ട് ഒരു 25 റുപ്യ. ഓൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി. 1-2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മൾ ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മൈമുട്ടി ഹാജിയുടെ 10 സെന്റ് കൊടുക്കുകയാണ്, ഞാൻ കൊല്ലൊന്ന് തറട്ടുങ്ങാണ്ട് പോകണമെന്ന് കരുതി വന്നതാണ്, വാങ്ങിയ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ, ലാഭാണ്.
അതാ ലാഭം. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മ നോക്കാം, ഞാൻ ആ മമ്മൂട്ടിയാജിയുടെ സ്ഥലം ഒന്ന് നോക്കിയിട്ടുണ്ട്, അത് വാങ്ങിയ എങ്ങനെ ഉണ്ടാവുമെന്ന്. അമ്മോൻ പറഞ്ഞു, അത് വാങ്ങിക്കോ, എന്തുകൊണ്ടും ലാഭമാണ് എന്ന്. വാങ്ങണോന് ലാഭമായി, കൊടുക്കണോന് 4.5 ലക്ഷം റുപ്യ ലാഭമായി. ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യിബുമായ മുതൽ എന്ന് പറയും. മുതൽ ഹലാലും തൊയ്യിബുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കുട്ടികൾ കേടുവരുന്നതിനാകെ ഒരു കാരണമേ ഉള്ളൂ, തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ്. വേറെ ഒരു കാരണവും മക്കൾ കേടുവരുന്നതിനില്ല. ഒന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമത്തൊരു കാരണം അതിനില്ല. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല. എന്തിനാപ്പോ എത്രക്ക എനിക്ക് കിട്ടിയെന്ന് വിചാരിണ്ട്, എനിക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. ഹലാലൊക്കെ ആവും, തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ വാങ്ങിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യിബാവുകയുള്ളൂ. ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൽ പറ്റൂല, തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല, എല്ലാ തൊയ്യിബും ഹലാലാണ്. എല്ലാ തൊയ്യിബും ഹലാലാവും, എല്ലാ ഹലാലും തൊയ്യിബായിരിക്കൂല. അതുകൊണ്ട് ഒരിക്കലും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. തൊയ്യിബല്ലാത്ത പല സാധനം നമ്മൾ കാണും. പള്ളിക്കന്നിങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഏതോ ഒരാളുടെ അദ്രമാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതിമതൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട്. എടുത്തുണ്ടാവാം, ഹലാലാണ്. കാരണം ഒരു മൂവാണ്ടം മൂച്ചിമെന്ന് ഒരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വഴിയെടുത്തുങ്ങാണ്ട് പിന്നാലെ വരലില്ല, ഹലാലാവും. ഹലാലൊക്കെ തന്നെയാണ്. തൊയ്യിബാണെങ്കിൽ അസ്ർ നിസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ മൂവാണ്ടം മൂച്ചിമെന്ന് ഒരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയണം, കൊണ്ടേക്കട കുഞ്ഞമ്മതേ, അത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ കുട്ടികളെടുത്ത് രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ്യിബായ മുതലാണ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ വെച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബറക്കത്തില്ലാത്ത മുതൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. 3 ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാള് 100 റുപ്യ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു 100 റുപ്യ തരുമോ, ഒരു 100 റുപ്യ ഇട്ടിക്ക, നാളെ തരാം, എൻ്റെ അടുത്തില്ല, ഒരു 100 റുപ്യ ഇട്ടിക്ക, 3 ലക്ഷം എൻ്റെ അടുത്തുണ്ട്. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ബറക്കത്തുണ്ടെങ്കിൽ 1000 റുപ്യ മതി, മുഴുവൻ ചെലവും കഴിഞ്ഞാൽ 200ൻ്റെ ഒരു നോട്ട് കീശയിൽ വെക്കാൻ ബാക്കി ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ഇത് പൈസയിൽ മാത്രമല്ല, ഇത് മക്കളിലുണ്ട്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, ഒരു ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും കൊണ്ടോ ആള് ബാക്കിയുണ്ട്. ബർക്കത്താണ്. സമയത്തിലെ ബർക്കത്തുണ്ട്. നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു. നമുക്ക് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ വരെ നഖം മുറിക്കാൻ നേരമില്ല. സമയത്തിൽ ബർക്കത്തില്ലായിട്ടാണ്. അതുകൊണ്ട് കച്ചവടത്തിലെ ബറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം. ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റ് ആയിട്ടും കാര്യമില്ല. ബർക്കത്തുള്ള ഒരു പെട്ടിക്കടയാണെങ്കിൽ ഓൻ ഭംഗിയായിട്ട് ജീവിച്ചു പോകും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. തൊയ്യിബല്ലാത്തത് വന്നു ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും. പ്രധാനമായും 2 കാരണങ്ങളാണ് ബറക്കത്ത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത്. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം. ശവത്തിൽ കുത്തല്ല കേട്ടോ, ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ.